നമസ്കാരം. ഫെബ്രുവരി 1 പിറക്കുന്നതോടെ ചില നക്ഷത്രക്കാർക്ക് രാശിചക്രത്തിൽ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് വരുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. വഴിയിൽ കുഴിയുണ്ടെന്ന് ബോർഡ് വെക്കുന്നത് ആരെങ്കിലും കുഴിയിൽ വീഴാൻ വേണ്ടിയാണോ? അല്ലല്ലോ, വീഴാതിരിക്കാൻ വേണ്ടിയല്ലേ. അതുപോലെ എന്ന് കരുതിയാൽ മാത്രം മതി. ഒരു മുൻകരുതൽ എന്നോണം. നമ്മുടെ ഈ അധ്യായത്തിൽ ഫെബ്രുവരിയിൽ അല്പം വേണമെങ്കിൽ ഒരു തമാശ മട്ടിൽ ഹെൽമെറ്റ് വെച്ച് നടക്കേണ്ട നക്ഷത്രക്കാരൊന്ന് പറയാം. ഇത് അല്പം നർമ്മം ചേർത്ത് പറയുന്നത് നിങ്ങൾ പ്രയാസങ്ങളിലേക്കോ ടെൻഷനിലേക്കോ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ചെയ്യേണ്ട ലളിതമായ ചില വഴികളും സൂക്ഷിക്കേണ്ട നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതുമാണ് പറയാൻ പോകുന്നത്. അതായത് ഫെബ്രുവരിയിൽ ഗ്രഹനില പ്രകാരം നോക്കുമ്പോൾ സൂര്യനും ശനിയും തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അല്പം ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികേയമാണ്. അപ്പോൾ ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ദേശം മൂക്കിന്റെ തുമ്പത്ത് വരുന്ന ഒരു സമയമായിരിക്കും ഫെബ്രുവരി മാസം. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുന്നവനെ ആണെങ്കിൽ ഒന്ന് ചൊറിഞ്ഞ് അല്പം വഴക്ക് വാങ്ങിക്കാം എന്ന ഒരു രീതിയിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു മാസമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഭരണി കാർത്തിക നക്ഷത്രക്കാർ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ആരുടെ അടുത്തേക്കും പോകാതിരിക്കുക. സ്വയം ഒന്ന് കൺട്രോൾഡ് ആവാനായിട്ടും ശ്രമിക്കുക. ഇനി അടുത്ത ഗ്രൂപ്പായിട്ട് പറയാനുള്ള ആയില്യം മകം നക്ഷത്രക്കാരാണ്. ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ പോലും അത് എന്നെ കളിയാക്കിയതാണോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ചിരിച്ചാൽ പോലും അത് എന്നെ എന്തെങ്കിലും പറഞ്ഞതാണോ എന്നൊക്കെയുള്ള തോന്നലുകൾ അല്ലെങ്കിൽ സംശയങ്ങൾ വരാനുള്ള ഒരു അവസ്ഥ വന്നു ചേരും ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് തന്നെ ആയില്യം മകം നക്ഷത്രക്കാർ ആ കാര്യങ്ങളൊന്ന് സൂക്ഷിക്കുക. നിങ്ങളെ നോക്കി ഒരാൾ ചിരിച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അല്ലെങ്കിൽ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു, അബദ്ധവശാൽ അത് നിങ്ങളെ നോക്കിക്കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നി എന്ന് വെച്ച് അതിൻ്റെ കുറേ പൊയ്പുല്ലാപ്പുകൾ ഒന്നും പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത്. ഇനി വിശാഖം അനിഴ നക്ഷത്രക്കാർക്കാണെങ്കിൽ പണത്തിന്റെ കാര്യത്തിലാണ് അടിപിടിയൊക്കെ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അടിതെറ്റാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. അതായത് 1000 രൂപ തന്നാൽ 10,000 തരാം എന്ന് പറയുന്നതായിട്ടുള്ള ഓൺലൈൻ ലിങ്കുകളിലോ ആപ്പുകളിലോ ഒന്നും പോയി കയറാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ ധനപരമായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ വരാൻ, ചതവ് പറ്റാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ഫെബ്രുവരിയിൽ. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇനി അടുത്ത ഗ്രൂപ്പ് പൂരുരുട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്കൊക്കെ വഴിമാറാൻ സാധ്യതയുണ്ട്. അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഫെബ്രുവരി മാസം അല്പം മൗനവ്രതം പൂർണ്ണമായിട്ട് എടുക്കണമെന്നല്ല, ചില കാര്യങ്ങളിൽ അല്പം മൗനം പാലിക്കുന്നത് നല്ലതായിട്ട് വന്നു ചേരും. അപ്പോൾ ഇവരൊക്കെ മോശക്കാരായതുകൊണ്ടൊന്നും അല്ല, മറിച്ച് നിങ്ങളുടെ രാശിയിൽ ആ സമയത്ത് അല്പം മനോധൈര്യം കുറയാനും അനാവശ്യ ചിന്തകൾ വരാനും സാധ്യത ഫെബ്രുവരിയിൽ കാണുന്നുണ്ട്. അല്ലാതെ ഈ നക്ഷത്രക്കാർ മോശക്കാരാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ കേമരാണ് എന്നൊന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. അല്പം മനോധൈര്യം കുറവ് ഉണ്ടാകും ഫെബ്രുവരിയിൽ ഈ നക്ഷത്രക്കാർക്ക്. അത് നിമിത്തം ചില നമുക്ക് അതായത് ആരും പറയാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അതായത് നമ്മളോട് ഒരാൾ നീ പോടാ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകണം എന്നും ചോദിച്ചുകൊണ്ട് തിരിച്ച് ചെറിഞ്ഞുകൊണ്ട് ചെല്ലാതിരിക്കാൻ, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാതിരിക്കാനൊക്കെ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊന്ന് ശ്രമിക്കണം. പെട്ടെന്ന് ദേഷ്യത്തിലേക്ക് പ്രകോപനത്തിലേക്കൊക്കെ പോകാൻ സാധ്യത ഈ ഗ്രഹങ്ങൾ നിങ്ങളെ കുത്തിപ്പൊക്കി പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളിത് മുന്നേ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് കൺട്രോൾഡ് ആകാനായിട്ട് ശ്രമിക്കുക. കടം കൊടുക്കാനായിട്ടോ ജാമ്യം നിൽക്കാനായിട്ടോ ഒന്നും ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ പോകരുത്. അതായത് കൂടാതെ വയറ്, കണ്ണ് ഈ രണ്ട് മേഖലകളിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഐസ്ക്രീം അല്ലെങ്കിൽ എരിവ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം ഒന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. കണ്ണിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യാതിരിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക എന്ന് മാത്രം. പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് ദോഷമൊക്കെ ഒഴിഞ്ഞു കളയണം എന്നത് കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോഴും അത് പാലിക്കുന്നും ഉണ്ട്. ഇത് വെറും ഒരു അന്ധവിശ്വാസം ഒന്നുമല്ല കേട്ടോ, മറിച്ച് നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുക എന്നൊരു മനഃശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇതൊരു തമാശ പോലെ തോന്നാം, എങ്കിലും ഇതിൽ വാസ്തവത ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനേറ്റ ഭാരം അല്ലെങ്കിൽ ദോഷം ഇതിനെ ഒരു വസ്തുവിലേക്ക്, ഉദാഹരണം പറയുമ്പോൾ ഒരു നാളികേരം അല്ലെങ്കിൽ കുറച്ച് ഉപ്പ്, മുളക്, കടുക് ഇതിലേക്കൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറ്റുന്ന ഒരു രീതിയാണിത്. അപ്പോൾ
ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു മാനസിക ആശ്വാസം എന്ന് പറയുന്നത് അത് ചെറിയൊരു ആശ്വാസമല്ല, മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ആശ്വാസം വന്നു ചേരുമ്പോൾ ഇതോടെ എൻ്റെ കഷ്ടകാലം തീർന്നു എന്നൊരു തോന്നൽ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതും നമ്മൾ ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെയേറെ സഹായകമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഒരു ദോഷ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അതായത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വലിയ തുകകളോ അതിന് ചിലവാക്കേണ്ടതായ പൂജകളോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെയില്ല. ലളിതമായ കാര്യങ്ങളാണ് നമുക്കിത് ഈ നെഗറ്റീവ് എനർജിയെ, ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ ബാധിക്കുന്നതായ നെഗറ്റീവ് എനർജി നമുക്ക് ശരീരത്തിൽ നിന്ന് പുറത്താക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്, അല്ലേ? അതിനായി രാത്രി കിടക്കുന്നതിന് മുൻപ് ഇളം ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് കിടക്കുന്നത് ഉത്തമമായിരിക്കും. ഈ പറഞ്ഞ നക്ഷത്രക്കാർ മാത്രം ചെയ്താൽ മതി. ഫെബ്രുവരി മാസത്തിൽ ശരീരത്തിലെ നെഗറ്റീവ് എല്ലാം അതിലൂടെ ഒഴിഞ്ഞു പോയിക്കോളും. അതായത് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കാലുപൂറ്റിയൊക്കെ വേദന വരുമ്പോൾ ചെയ്യില്ലേ, അത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ പുറത്താക്കുകയാണ്. ഇനി അടുത്തത് ശനിയാഴ്ചകളിൽ വീടിന് പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ചോ ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുകയാണെങ്കിലും തടസ്സങ്ങളൊക്കെ നീങ്ങാൻ സഹായിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോയി ചെയ്യാം. അതല്ലെങ്കിൽ ശനിയാഴ്ച നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് വീടിൻ്റെ പുറകിൽ എവിടെയെങ്കിലും കല്ലുണ്ടെങ്കിൽ ഒരു നാളികേരം എടുത്ത് തലയ്ക്ക് ഒന്ന് ഒഴിഞ്ഞിട്ട് ആ കല്ല് അടച്ച് പൊട്ടിച്ചാൽ മതി. ഇട്ട് പൊട്ടിച്ച് അത് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് തേങ്ങ ചമ്മന്തി അരിക്കാനൊന്നും എടുക്കരുത്. അത് പൊട്ടിപ്പോയത് അങ്ങനെ തന്നെ ഇട്ടിട്ട് തിരിഞ്ഞ് കയറി പോരുക. ഇനി കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഒരു നേരം ഭക്ഷണം വാങ്ങി നൽകുന്നതും നിങ്ങളുടെ ദോഷങ്ങൾ, അതായത് മറ്റൊരാളുടെ വയറ് നമ്മൾ നിറയ്ക്കുന്നതിലൂടെ നമ്മുടെ ദോഷങ്ങൾ മാറി നമ്മൾക്ക് പുണ്യം ഉണ്ടാകും. ആ ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. കാരണം വിശക്കുന്ന ഒരു വയറിന് അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു പുണ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ദോഷങ്ങളെ ഭഗവാൻ മാറ്റി തരികയും ആ വ്യക്തിയിൽ നിന്നും അനുഗ്രഹം ഉണ്ടാകുന്നത് കൂടാതെ ഭഗവാനിൽ നിന്നും നമുക്ക് അനുഗ്രഹവും പുണ്യവും വന്നു ചേരും. പിന്നെ ആരെങ്കിലുമൊക്കെ ദേഷ്യപ്പെടാൻ വന്നാൽ പതുക്കെ അവിടെ നിന്നങ്ങ് വലിയുക, അതേ ഉള്ളൂ മറ്റൊരു വഴി. തിരിച്ചൊരു വാക്ക് പറഞ്ഞ് പിന്നെ 2 വാക്കായി മാറി അതൊരു വലിയ വിഷയത്തിലേക്ക് പോകാതിരിക്കാനും ഈ മുൻപേ പറഞ്ഞ നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ മുൻപേ പറഞ്ഞ നക്ഷത്രക്കാർ ലോൺ എടുത്ത് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തൽക്കാലം ഫെബ്രുവരി മാസത്തിൽ ഒന്ന് മാറ്റിവെക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ സൂക്ഷിക്കേണ്ട നക്ഷത്രക്കാരും അവർ ചെയ്യേണ്ട പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ പരിഹാരങ്ങൾ ചെയ്ത് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. നന്ദി.